രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടിവരും. 2 കോടതികളിൽ ഒരേ സമയം ജാമ്യ ഹർജി നൽകിയതോടെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് വാദം മാറ്റിവെച്ചു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് രാഹുൽ 2 അഭിഭാഷകർ മുഖേന ജാമ്യ ഹർജി സമർപ്പിച്ചത്. പ്രതിയുടെ നടപടി നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയും നിയമലംഘനവുമാണെന്ന് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യ ഹർജി കേൾക്കുന്നത് മാറ്റിവെച്ചു. ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജി പിൻവലിച്ച് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കേസിൽ വാദം കേൾക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ എഫ്ഐആർ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖയാകുമെന്ന് കോടതി ചോദിച്ചു. ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ ജില്ലാ കോടതിയിൽ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് പ്രതിഭാഗം അറിയിച്ചത്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാൻ പ്രതി ഇനിയും കൂട്ടാക്കിയിട്ടില്ല. ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നതായും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. കേസ് വീണ്ടും ഇന്ന് പരിഗണിക്കും. നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിവ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് ആഡംബര വില്ലയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബംഗളൂരു നഗരത്തിലെ അത്യാഡംബര വില്ലയിലാണ് രാഹുൽ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് വിവരങ്ങൾ. രാഷ്ട്രീയ ബന്ധമുള്ള അഭിഭാഷകയാണ് ഇതിനുള്ള സഹായം ഒരുക്കി നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവിടേക്ക് ബുധനാഴ്ച വൈകിട്ട് പോലീസ് എത്തിയെങ്കിലും 2 മണിക്കൂർ മുൻപ് രാഹുൽ മുങ്ങി. ആക്ഷൻ ഫുൾ മാങ്കൂട്ടമാണെങ്കിലും ട്രോൾ ഫുൾ രാഹുൽ ഈശ്വറിനാണ്. രാഹുൽ അത്യാഡംബര വില്ലയിൽ ഒളിവിൽ കഴിയുമ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കൊതുക് കടി കൊണ്ട് പട്ടിണി കിടക്കുന്നു. എന്നാലും രാഹുലെ എന്നോടിത് വേണ്ടായിരുന്നുവെന്ന് രാഹുൽ ഈശ്വർ പറയുന്ന മീമുകളാണ് സൈബർ ഇടത്ത് ഇപ്പോൾ ട്രെൻഡ്. രാഹുൽ ഓടി ഓടി ക്രോസ് കൺട്രി മാരത്തണിൽ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാക്കുമെന്നും ഇത്രയും ദിവസം നിന്നെ പോലെ ഒരു ഉടായിപ്പിന് വേണ്ടിയാണല്ലോ ഞാൻ പട്ടിണി കിടന്നത് എന്നെല്ലാമാണ് സൈബർ ഇടത്തെ കമന്റുകൾ.